ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. നമ്മുടെ ഈ പ്രപഞ്ചം രൂപം കൊണ്ടത് എങ്ങനെയാണ് എന്ന് അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ചെന്നെത്തിച്ചേരുന്ന തിയറികളിലൊന്നാണ് ബിഗ് ബാങ് അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. മഹാവിസ്ഫോടന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഏതൊരു ചർച്ചകളിലും അതിന് തെളിവായി നൽകുന്ന പ്രധാന തെളിവുകളിലൊന്നാണ് CMB അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് നടന്നതിന് ശേഷമുള്ള ഈ പ്രപഞ്ചം ഇന്ന് നാം കാണുന്ന ഈ രൂപത്തിലായിരുന്നില്ല. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകളായ ക്വാക്സും ഗുവോൺസും ഇലക്ട്രോണും ഫോട്ടോണും എല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്നിരുന്ന അതീവ താപനിലയിലും ചിന്തിക്കുവാൻ സാധിക്കുന്നതിലും അധികം മർദ്ദത്തിലും ഇവയെല്ലാം ചേർന്ന് ഒന്നു ചേർന്ന രൂപത്തിലായിരുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണികകളായ ഫോട്ടോണുകൾ സഞ്ചരിക്കുവാൻ ശ്രമിക്കും തോറും ഫ്രീ ഇലക്ട്രോണുകളിൽ തട്ടി നിരന്തരമായി സ്കാറ്റർ ചെയ്തുകൊണ്ടിരുന്നു. ഈ പ്രതിഭാസമാണ് തോംസൺ സ്കാറ്ററിംഗ് എന്ന് വിളിക്കപ്പെടുന്നത്. അങ്ങനെ പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രപഞ്ചം ഇന്നത്തെ പോലെ ട്രാൻസ്പെറൻറ്റുമായിരുന്നില്ല. അങ്ങനെ ഏകദേശം 3,80,000 വർഷങ്ങൾ കടന്നു പോകുകയും പ്രപഞ്ചത്തിൻ്റെ താപനില 3000 ഡിഗ്രി കെൽവിനിലേക്ക് താഴുകയും ചെയ്തു. ഇതോടെ ഇലക്ട്രോണുകൾക്കും ഫോട്ടോണുകൾക്കും ന്യൂക്ലിയർ സിന്തസിസ് നടക്കുകയും ഹൈഡ്രജനും ഹീലിയം ആറ്റങ്ങൾ പിറവിയെടുക്കുകയും ചെയ്തു. റീകോമ്പിനേഷൻ എന്ന ഈ മൊമെൻറ്റിന് ശേഷം ഫ്രീ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഇല്ലാതായതിനെ തുടർന്ന് പ്രകാശകിരണങ്ങളായ ഫോട്ടോണുകൾക്ക് സ്കാറ്ററിംഗ് നടക്കാതെ സ്വതന്ത്രമായി നേർരേഖയിൽ സഞ്ചരിക്കുവാനും സാധിച്ചു. ഇതോടുകൂടി നമ്മുടെ പ്രപഞ്ചം ട്രാൻസ്പെറൻ്റായി മാറുകയും പ്രപഞ്ചത്തിൽ പ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ പ്രപഞ്ചത്തിൽ ആദ്യമായി പുറത്തു വന്ന പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഇന്നും നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിന്നു പോരുന്നു. കാലം കഴിയും തോറും നമ്മുടെ പ്രപഞ്ചം വികസിച്ചതിനെ തുടർന്ന് അവയുടെ വേവ് ലെന്തിൽ വലിച്ചു നീട്ടൽ നടക്കപ്പെടുകയും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ ലൈറ്റിൽ നിന്നും ഇൻഫ്രാറെഡിലേക്കും ശേഷം മൈക്രോവേവിലേക്കും അവ മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ടതിന് ശേഷം പുറത്തു വന്ന ആദ്യ പ്രകാശ കിരണങ്ങളെയാണെന്ന് CMB അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏതൊരു ദിക്കിലേക്ക് നോക്കിയാലും ഇവയെ നമുക്ക് ഒരേപോലെ കാണുവാനായും സാധിക്കും. അന്ന് 3000 ഡിഗ്രി കെൽവിനിൽ നിന്നും ഇന്ന് ആബ്സലൂട്ട് സീറോയേക്കാളും കുറച്ചു മുകളിൽ 2.75 കെൽവിൻ താപനിലയിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദിക്കിലും ഒരേപോലെ തന്നെ ഇവ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. വർഷം 1948 ഫിസിസ്റ്റായിരുന്ന ജോർജ് ഗമോവും റാൽഫ് ആൽബറും റോബർട്ട് ഹെർമാനും ചേർന്ന് ഒരു പ്രവചനം നടത്തുകയുണ്ടായി. ബിഗ് ബാങ്ങിനെ തുടർന്ന് ബാക്കിയായി വന്ന ലെഫ്റ്റ് ഓവർ റേഡിയേഷൻ നമുക്ക് ചുറ്റും കാണുവാൻ സാധ്യതയുണ്ട് എന്ന്. എന്നാൽ അന്ന് ആ ഒരു പ്രവചനം ശാസ്ത്രലോകം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തിരുന്നത്. ശേഷം 17 വർഷങ്ങൾക്കും അപ്പുറം 1965 ബെൽ ലാബ്സിലെ ഒരു മൈക്രോവേവ് ആൻറ്റിനയുടെ സഹായത്തോടുകൂടി പഠനം നടത്തുകയായിരുന്ന ആർണോ പെൻസേഴ്സും റോബർട്ട് വിൽസണും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും വരുന്ന ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളെ തിരിച്ചറിയുകയും അങ്ങനെ ഇതിൽ നിന്നുമാണ് CMB എന്നത് വെറുമൊരു പ്രവചനം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രലോകം തിരിച്ചറിയുന്നതും ഇതിനെ തുടർന്ന് ഫിസിക്സിലെ നോബൽ സമ്മാനം നൽകി ഇവരെ ശാസ്ത്രലോകം ആദരിക്കുകയും ചെയ്യുന്നു. CMB എന്നത് വെറുമൊരു പ്രകാശകിരണങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ശൈശവകാലത്തെ ബ്ലൂ പ്രിൻ്റ് എന്നോ ഫോട്ടോ എന്നോ എല്ലാം നമുക്കതിനെ വിളിക്കാം. അപ്പോൾ ഇത്രയുമാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് അഥവാ CMBനെ കുറിച്ചുള്ള വളരെ കുഞ്ഞൊരു വീഡിയോ നമുക്ക് അറിയുവാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ 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 ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോയിലൂടെ കാണാം.